കോഴിക്കോട് മുക്കത്ത വാഹനാപകടത്തിൽ +2 വിദ്യാർത്ഥിനി മരിച്ചു. ചേന്ദമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, എപ്പോഴായിരുന്നു അപകടം സംഭവം നടന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, ഇന്ന് വൈകിട്ട് 7:15 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ മരിച്ച ഫാത്തിമ ജിബിനോടൊപ്പം മാതാവ് നജീനാബിയയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇരുവർക്കും വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫാത്തിമ ജിബിന സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റിപ്പാലയിൽ നിന്ന് അഗസ്ത്യമൊഴിയിലേക്ക് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് വഴി വരുന്നതിനിടെ ഒരു വലിയൊരു ഇറക്കമുണ്ട്. ഈ ഇറക്കത്തിൽ വെച്ച് സ്കൂട്ടറിന്റെ നിയന്ത്രണം വിടുകയും ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയുമാണ് ചെയ്തത്. ഈ താഴ്ചയിലേക്ക് മറിഞ്ഞ ഉടനെ, അതായത് ഇടിയുടെ ഒരു ആഘാതത്തിൽ തന്നെ ഫാത്തിമ ജിബിനയ്ക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുകയായിരുന്നു. തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റത്. ഈ ഒരു പരിക്കേറ്റ സമയത്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഫാത്തിമ ജിബിന മരിച്ചതായി നാട്ടുകാർ പറയുകയുണ്ടായി. കാരണം നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഫാത്തിമ ജിബിനെയും അതുപോലെ തന്നെ ഉമ്മ നജീനാബിയെയും രക്ഷിക്കുകയും ഉടൻ തന്നെ KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ ഫാത്തിമ ജിബിന സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചതായാണ് ആശുപത്രി അധികൃതർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും നിലവിൽ മാതാവ് നജീനാബിയ ഇപ്പോൾ KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവരുടെ വാഹനത്തിന് തൊട്ട് പിന്നാലെ പിതാവും ഉണ്ടായിരുന്നതായാണ് അറിയാൻ കഴിയുന്നത്. പിതാവും ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ആശുപത്രിയിൽ മാതാവിനോടൊപ്പം, അതായത് ഈ നജീനാബിയയുടെ കൂടെ തന്നെ ഈ പിതാവും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.